എല്ലാവർക്കും ആർക്കൈൻ ക്രാഫ്റ്റ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ ഇതുപോലെ ഒരു വൈബ്രേഷൻ ഡിറ്റക്ഷൻ അലാറം ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ഒരു ബാറ്ററി എടുക്കുക. അതുപോലെ അലാറം ശബ്ദമുണ്ടാക്കാൻ ഇതുപോലെ ഒരു ബസർ കൂടി എടുക്കുക. ഇനി ഏകദേശം ഒരു 1000 മൈക്രോ ഫാരഡോ അതിൽ കൂടുതലോ ഉള്ള ഒരു കപ്പാസിറ്റർ ആവശ്യമുണ്ട്. ഇനി ഈ സെൻസർ ഓണാക്കാനും ഓഫ് ആക്കാനും ഇതുപോലെ ഒരു സ്വിച്ച് കൂടി വേണം. അതുപോലെ അല്പം നീളത്തിൽ കുറച്ചു ചെമ്പുകമ്പി കൂടി എടുക്കുക. ആദ്യം ഈ ചെമ്പുകമ്പി ഒരു വണ്ണം കുറഞ്ഞ റീഫിലോ മറ്റോ ചുറ്റി ഇതുപോലെ ഒരു സ്പ്രിംഗ് ഉണ്ടാക്കണം. ഈ സ്പ്രിംഗ് ആണ് വൈബ്രേഷൻ സെൻസറായി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുത്ത് അതിൽ ഒരു ഹോൾ ഇടുക. ഇനി ഒരു റീഫിലിന്റെ പീസ് ഉപയോഗിച്ച് സ്പ്രിംഗ് അടപ്പിൽ ഫിറ്റ് ചെയ്യണം. ഇനി ഇതുപോലെ ഒരു സ്വിച്ച് എടുത്ത് അതിന്റെ ഒരു ലീഡിൽ ഒരു ചെമ്പു കമ്പി ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. ഇനി ഈ സ്വിച്ച് അടപ്പിന് മുകളിൽ ഫിറ്റ് ചെയ്യാനായി 2 ഹോൾ ഇടുക. സ്വിച്ചിന്റെ മറ്റേ ലീഡിൽ ഒരു വയർ ഫിറ്റ് ചെയ്യുക. ഇനി ഈ വയർ അടപ്പിലുള്ള ഹോളിലൂടെ ഇറങ്ങുന്ന രീതിയിൽ സ്വിച്ച് ഇതിൽ ഫിറ്റ് ചെയ്യുക. ഇനി ഒരു കപ്പാസിറ്റർ എടുത്ത് അതിന്റെ നെഗറ്റീവ് ബസറിന്റെ നെഗറ്റീവുമായും പോസിറ്റീവുമായും കണക്ട് ചെയ്യുക. ഈ കപ്പാസിറ്റർ സെൻസറിൽ നിന്ന് വരുന്ന പവർ സ്റ്റോർ ചെയ്തു കൂടുതൽ നേരം ബസർ ഓണായി ഇരിക്കാൻ സഹായിക്കും. കപ്പാസിറ്ററിലെ ചാർജ് തീരുമ്പോൾ തനിയെ ഓഫ് ആവുകയും ചെയ്യും. ഇനി ഇതുപോലെ ഒരു കുപ്പിയെടുത്തു ഏകദേശം ഈ ഒരളവിൽ കട്ട് ചെയ്യുക. ഈ സർക്യൂട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുപ്പി ഉപയോഗിക്കുന്നത്. കുപ്പിക്ക്
പകരം ചെറിയ ബോക്സ് പോലെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സ്പ്രിംഗിന്റെ അറ്റത്ത് ഒരു വയർ ഫിറ്റ് ചെയ്യുക. സ്വിച്ചിൽ നിന്നുള്ള വയർ ബാറ്ററിയുടെ പോസിറ്റീവുമായി കണക്ട് ചെയ്യുക. ബാറ്ററിയുടെ നെഗറ്റീവ് കപ്പാസിറ്ററിന്റെ നെഗറ്റീവുമായി കണക്ട് ചെയ്യുക. സ്പ്രിംഗിൽ നിന്ന് വരുന്ന കണക്ഷൻ കപ്പാസിറ്ററിന്റെ പോസിറ്റീവുമായി കണക്ട് ചെയ്യണം. ഇനി ഈ കണക്ട് ചെയ്ത ഭാഗത്തെല്ലാം ഇൻസുലേഷൻ കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു ഹീറ്റ് ഷ്രിങ്ക് ട്യൂബ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി കുപ്പിയുടെ ബാക്കി ഭാഗം മുറിച്ച് അതിനുള്ളിൽ മുകൾ ഭാഗം ഇറക്കി വെക്കുക. സൗണ്ട് പുറത്തേക്കു വരാനായി കുപ്പിയുടെ കുറച്ചുഭാഗം ഇതുപോലെ മുറിച്ച് കളയുക. ഇനി ഇത് ഊരിപ്പോകാതിരിക്കാൻ ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റ് ചെയ്യണം. ഇനി സ്വിച്ചിന്റെ ഒരു കണക്ഷനിലുള്ള ചെംകമ്പി സ്പ്രിംഗിനുള്ളിൽ പരമാവധി അടുത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഇറക്കി വെക്കുക.
സ്പ്രിംഗ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ സമയത്തേക്ക് സ്പ്രിങ്ങും കമ്പിയും കണക്ട് ആയി കപ്പാസിറ്റർ ചാർജ് ആവും. ചാർജ്ഡ് ആയ കപ്പാസിറ്റർ ബസറിനെ അല്പസമയത്തേക്ക് വർക്ക് ചെയ്യിക്കും. ഇവിടെ ഈ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അലാറം ഓണായി വർക്ക് ചെയ്യുന്നത് കാണാം. ഇനി ഇത് ഒരു അലമാരയിലോ മറ്റോ വെച്ചാൽ ആരെങ്കിലും അത് തുറക്കുന്നത് അലാറം വഴി അറിയാൻ സാധിക്കും. Like, share and subscribe for more videos like this. Thanks for watching.